ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കിയാൽ അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളുടെ അളവാണ് കേട്ടോ പറയുന്നത്. 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 1.5 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കും എടുക്കാവുന്നതല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചിക്കൻ ഫ്രൈയിലേക്ക് മെയിനായിട്ട് വേണ്ടത് സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 സവാള ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചിക്കനിലേക്ക് ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ടൈമില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീരകവും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിന് മൂടി തുറന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നിന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടുകൊണ്ട് മറ്റു വശവും കൂടി കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കരിയാതെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടുള്ളത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് മറ്റേ വശം കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കനും 2 വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തതിന് ശേഷം ഇത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ എല്ലാ വശത്തും ഈ ചെറുനാരങ്ങ നീര് എത്തുന്നതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകൊന്ന് ഫ്രൈ ചെയ്തും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. വളരെ സിമ്പിളുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇൻഷാല്ലാ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.